ഒരു നഴ്സിംഗ് റിസർച്ച് എത്രത്തോളം വിജയിക്കും എന്ന് തീരുമാനിക്കുന്നത് എന്താണെന്നറിയാമോ? അത് പലപ്പോഴും ഒരൊറ്റ കാര്യത്തെ ആശ്രയിച്ചായിരിക്കും: ശരിയായ ആളുകളെ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിനാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഈ വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ശരി, നമുക്കൊരു സിമ്പിൾ ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയാലോ? ഒന്നാലോചിച്ച് നോക്കൂ. പ്രമേഹത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ലോകത്തുള്ള എല്ലാ പ്രമേഹ രോഗികളിൽ നിന്നും നമുക്ക് വിവരം ശേഖരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് പ്രായോഗികമായി നോക്കിയാൽ നടക്കാത്ത കാര്യമാണല്ലേ. സമയം, പണം, മറ്റ് വിഭവങ്ങൾ, അങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട്. ഈയൊരു വെല്ലുവിളിയാണ് സാമ്പിളിംഗ് എന്ന ആശയത്തെ ഇത്രയധികം പ്രധാനപ്പെട്ടതാക്കി മാറ്റുന്നത്. ഗവേഷണത്തിൽ നമ്മൾ പോപ്പുലേഷൻ എന്ന് കേൾക്കുമ്പോൾ അതൊരു രാജ്യത്തെയോ സംസ്ഥാനത്തെയോ മുഴുവൻ ജനങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. നമ്മൾ ആരെക്കുറിച്ചാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സമ്പൂർണ്ണ ഗ്രൂപ്പിനെയാണ് പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, കേരളത്തിലെ ടൈപ്പ് 2 പ്രമേഹമുള്ള കൗമാരക്കാർ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ആശുപത്രിയിലെ എല്ലാ നഴ്സുമാരും, ഇതൊക്കെ ഓരോ പോപ്പുലേഷനാണ്. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ആ വലിയ പോപ്പുലേഷനെ പ്രതിനിധീകരിക്കാൻ കഴിവുള്ള ഒരു ചെറിയ ഗ്രൂപ്പിനെ നമ്മൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കും. ഈ ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ പഠനത്തെ സാധ്യമാക്കുന്നത്. ഈ പ്രക്രിയയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത്, ഒരു വലിയ ഗ്രൂപ്പിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനായി അതിന്റെ സ്വഭാവങ്ങളുള്ള ഒരു ചെറിയ ഭാഗത്തെ തെരഞ്ഞെടുക്കുക. ഇങ്ങനെ തെരഞ്ഞെടുത്ത ഈ സാമ്പിളിൽ നിന്നാണ് നമ്മൾ ഡാറ്റ ശേഖരിക്കുന്നത്. ഇത് ശരിയായി ചെയ്താൽ ഈ ചെറിയ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ആ വലിയ പോപ്പുലേഷന് മുഴുവൻ ബാധകമാകും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. ഓക്കെ, അപ്പോ ഈ സാമ്പിളിംഗ് ചെയ്യാൻ പ്രധാനമായിട്ടും 2 വഴികളുണ്ട്. നഴ്സിംഗ് ഗവേഷണത്തിലെ ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. ആ 2 വഴികളാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗും. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പ്രോബബിലിറ്റിയിൽ ആ പോപ്പുലേഷനിലെ ഓരോ ആൾക്കും തിരഞ്ഞെടുക്കപ്പെടാൻ തുല്യമായ അവസരമുണ്ട്. ഇതൊരു ലോട്ടറി എടുക്കുന്നത് പോലെ റാൻഡമാണ്. എന്നാൽ നോൺ പ്രോബബിലിറ്റിയിൽ അങ്ങനെയല്ല. അവിടെ ഗവേഷകന്റെ സൗകര്യത്തിനനുസരിച്ചോ അല്ലെങ്കിൽ പ്രത്യേക ഉദ്ദേശങ്ങൾ വെച്ചോ ആളുകളെ തെരഞ്ഞെടുക്കുന്ന രീതികളാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ കുറിച്ചാണ്. കാരണം കൃത്യമായ കണക്കുകളും നിഗമനങ്ങളും ആവശ്യമായ ക്വാണ്ടിറ്റേറ്റീവ് പഠനങ്ങളുടെ നട്ടെല്ല് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. അതുകൊണ്ട് തന്നെയാണ് പലരും ഇതിനെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഉദ്ധരണി പറയുന്നത് പോലെ, ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഫലങ്ങൾക്ക് ഒരു ഗണിതശാസ്ത്രപരമായ അടിത്തറയുണ്ട്. അത് നമ്മുടെ പഠനത്തിന്റെ നിഗമനങ്ങളെ കൂടുതൽ ശക്തവും വിശ്വസനീയവുമാക്കുന്നു. ഇതിന്റെ പിന്നിലെ ഐഡിയ വളരെ ലളിതമാണ്: റാൻഡമൈസേഷൻ. അതായത്, പോപ്പുലേഷനിലെ ഓരോ ആൾക്കും നമ്മുടെ സാമ്പിളിൽ ഉൾപ്പെടാൻ തുല്യമായ അവസരം നൽകുന്നു. ഇവിടെ ഗവേഷകന്റെ ഇഷ്ടത്തിനോ താൽപ്പര്യത്തിനോ ഒരു റോളുമില്ല. തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും യാദൃച്ഛികമാണ്, അല്ലെങ്കിൽ റാൻഡമാണ്. ശരി, അപ്പോൾ ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിന് പ്രധാനമായിട്ടും 4 ടെക്നിക്കുകളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പെട്ടെന്ന് നോക്കാം. ആദ്യത്തേത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള രീതി. ഇത് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പോപ്പുലേഷനിലെ ഓരോ അംഗത്തിന്റെയും പേരുള്ള ഒരു സമ്പൂർണ്ണ ലിസ്റ്റാണ്. ഈ ലിസ്റ്റിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. പോപ്പുലേഷനിലെ ആളുകൾക്ക് പൊതുവെ ഒരേപോലത്തെ സ്വഭാവങ്ങളാണെങ്കിൽ ഈ രീതി ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് എങ്ങനെയാ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ, ഒരു തൊപ്പിയില് കുറേ പേരുകൾ എഴുതിയിട്ട് അതിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്നത് പോലെ സിമ്പിളാണ്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ റാൻഡം നമ്പർ ടേബിൾ വെച്ചോ നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് ആളുകളെ യാദൃച്ഛികമായി തിരഞ്ഞെടുക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ പോപ്പുലേഷനിലെ എല്ലാവരും ഒരേപോലെയല്ലെങ്കിലോ? ഉദാഹരണത്തിന്, പല പ്രായത്തിലുള്ളവർ, സ്ത്രീകളും പുരുഷന്മാരും, പല വിദ്യാഭ്യാസ നിലവാരത്തിലുള്ളവരും ഒക്കെയുണ്ടെങ്കിൽ, അപ്പോഴാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ആദ്യം പോപ്പുലേഷനെ പ്രധാനപ്പെട്ട ചില ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. ഈ ഗ്രൂപ്പുകളെയാണ് സ്ട്രാറ്റ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് എന്താ ഗുണം? പോപ്പുലേഷനിലെ ഓരോ പ്രധാന ഗ്രൂപ്പിൽ നിന്നും നമുക്ക് വേണ്ടത്ര ആളുകളെ കിട്ടിയെന്ന് ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. പ്രായം, ലിംഗം, അല്ലെങ്കിൽ ഒരു പ്രത്യേക രോഗാവസ്ഥ എന്നിവയുടെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ഈ ഗ്രൂപ്പുകളെ തിരിക്കാം. എന്നിട്ട് ഓരോ ഗ്രൂപ്പിൽ നിന്നും റാൻഡമായി ആളുകളെ തിരഞ്ഞെടുക്കും. അപ്പം നമ്മുടെ സാമ്പിൾ ആ വലിയ പോപ്പുലേഷന്റെ ഒരു മിനിയേച്ചർ കോപ്പി പോലെയാവും. ഇനി വേറൊരു സിറ്റുവേഷൻ ആലോചിച്ചു നോക്കൂ. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുകയാണെങ്കിലോ?
ഓരോരുത്തരെയും തേടിപ്പിടിച്ച് ഡാറ്റ എടുക്കുന്നത് ബുദ്ധിമുട്ടല്ലേ? അപ്പോഴാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് രംഗത്തേക്ക് വരുന്നത്. ഇവിടെ നമ്മൾ ഓരോ വ്യക്തികളെയായി തിരഞ്ഞെടുക്കുന്നതിന് പകരം ആദ്യം ചില ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ ക്ലസ്റ്ററുകളെയാണ് റാൻഡമായി തിരഞ്ഞെടുക്കുന്നത്. ആശുപത്രികളോ നഗരങ്ങളോ അല്ലെങ്കിൽ സ്കൂളുകളോ ഒക്കെ ഇങ്ങനെ ക്ലസ്റ്ററുകളാകാം. എല്ലാവരുടെയും ഒരു ലിസ്റ്റ് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പോയി ഡാറ്റ എടുക്കുന്നത് ഭയങ്കര ചിലവുള്ള കാര്യമാകുമ്പോഴും ഈ രീതി ശരിക്കും ഒരു രക്ഷയാണ്. പല ഘട്ടങ്ങളായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നതുകൊണ്ട് ഇതിനെ മൾട്ടി സ്റ്റേറ്റ് സാമ്പിളിംഗ് എന്നും വിളിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ആദ്യം നമ്മൾ റാൻഡമായി കുറച്ച് ജില്ലകൾ തിരഞ്ഞെടുക്കുന്നു. പിന്നെ ആ ജില്ലകളിൽ നിന്ന് കുറച്ച് ആശുപത്രികൾ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് രോഗികളെ തിരഞ്ഞെടുക്കുന്നു. നാലാമത്തേതും അവസാനത്തേതുമായ രീതിയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഇതും സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് പോലെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി ഘടനാപരമായൊരു രീതിയാണെന്ന് മാത്രം. ഇവിടെയും നമുക്ക് ആളുകളുടെ ഒരു ഓർഡറിലുള്ള ലിസ്റ്റ് അത്യാവശ്യമാണ്. ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യം പോപ്പുലേഷൻ സൈസിനെ നമുക്ക് വേണ്ട സാമ്പിൾ സൈസ് കൊണ്ട് ഹരിച്ച് ഒരു സംഖ്യ കണ്ടുപിടിക്കും. ഇതിനെ കെ എന്ന് വിളിക്കാം. പിന്നെ ലിസ്റ്റിൽ നിന്ന് റാൻഡമായി ഒരു തുടക്കക്കാരനെ കണ്ടെത്തി അവിടെ നിന്ന് ഓരോ കെയാമത്തെ ആളെയും തിരഞ്ഞെടുക്കുന്നു. ഉദാഹരണത്തിന് 1000 പേരുടെ ലിസ്റ്റിൽ നിന്ന് 100 പേരെ വേണമെങ്കിൽ കെ എന്നത് 10 ആയിരിക്കും. നമ്മൾ 1നും 10നും ഇടയിൽ ഒരു നമ്പർ റാൻഡമായി തിരഞ്ഞെടുക്കുന്നു. 7 ആണെന്നിരിക്കട്ടെ. അപ്പോൾ 7ാമത്തെ ആളെയും പിന്നെ 17ാമത്തെ ആളെയും 27ാമത്തെ ആളെയും അങ്ങനെ 100 പേരെ തികയ്ക്കുന്നു. ഓക്കെ, അപ്പോ ഈ 4 ടെക്നിക്കുകളും നമ്മൾ കണ്ടു. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ട് നഴ്സിംഗ് ഫീൽഡിൽ ശരിക്കും എന്താണ് പ്രയോജനം? എന്തുകൊണ്ടാണിത് ഇത്ര പ്രാധാന്യമുള്ളതാകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളൊരു പുതിയ ചികിത്സാരീതിയെക്കുറിച്ചോ മരുന്നിനെക്കുറിച്ചോ പഠിക്കുകയാണെന്ന് കരുതുക. നമ്മുടെ പഠനത്തിലെ ഫലങ്ങൾക്ക് ഒരു വിശ്വാസ്യത വേണമെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത സാമ്പിൾ യഥാർത്ഥ പോപ്പുലേഷനെ ശരിക്കും പ്രതിനിധീകരിക്കണം, അല്ലേ? ശരിയായ സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ ആ ഒരു വിശ്വാസ്യത ഉറപ്പിക്കുകയാണ്. ഇത് നമ്മുടെ കണ്ടെത്തലുകൾ യാദൃശ്ചികമല്ലെന്നും അത് ആ വലിയ ഗ്രൂപ്പിന് തന്നെ ബാധകമാണെന്നും ഉറപ്പുവരുത്തുന്നു. ഇതാണ് തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള നഴ്സിംഗ് പരിചരണത്തിന്റെ അടിത്തറ. അതുകൊണ്ട് ഇനി നിങ്ങളൊരു റിസർച്ച് സ്റ്റഡി വായിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് മാത്രം നോക്കരുത്. പകരം ഈ ഒരു ചോദ്യം ചോദിക്കണം: അവരാരെയാണ് പഠിച്ചത്? അവരെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? കാരണം ആ തെരഞ്ഞെടുപ്പാണ് ആ പഠനത്തിന്റെ മുഴുവൻ വിശ്വാസ്യതയെ നിർണ്ണയിക്കുന്നത്. ഈ അറിവ് ഒരു പഠനത്തെ നിങ്ങൾ നോക്കിക്കാണുന്ന രീതിയെ എങ്ങനെയാണ് മാറ്റുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.